സസ്പെൻഷനിലായിരുന്ന പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനെ തസ്തിക നൽകാതെ തിരിച്ചെടുത്തത് പി.വി. അൻവർ എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അൻവറുമായുള്ള ഫോൺ സംഭാഷണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലുള്ളതാണെന്ന് കൂടി തിരിച്ചറിഞ്ഞാണ് നീക്കം. ആ ഫോൺ വിളിക്ക് പിന്നിലും ചില ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. മലപ്പുറത്ത് മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്കെതിരെ കർശന നടപടികൾ സുജിത് ദാസ് എടുത്തിരുന്നു. ഇതിലെ പകയാണ് എല്ലാത്തിനും കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് സുജിത് ദാസിന്റെ തിരിച്ചെടുക്കൽ. 6 മാസം നീണ്ട സസ്പെൻഷൻ കാലാവധിക്ക് ശേഷമാണ് സർവീസിൽ തിരിച്ചെടുക്കുന്നത്. പി.വി. അൻവർ എം.എൽ.എയുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത് വിവാദമായതോടെയാണ് സുജിത് ദാസിനെതിരെ തിരുവനന്തപുരം റേഞ്ച് DIG അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത്. വിവാദ ഫോൺ സംഭാഷണത്തിൽ ADGP M.R. അജിത് കുമാറിനെതിരെയും മറ്റ് SP-മാരെക്കുറിച്ചും സുജിത് ദാസ് നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു. എഡിറ്റ് ചെയ്തായിരുന്നു ഈ സംഭാഷണങ്ങൾ എന്ന് സുജിത് ദാസ് വിശദീകരിക്കുകയും ചെയ്തു. ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസിലടക്കം വിജിലൻസ് അന്വേഷണം നടത്തി. അൻവറിൽ നിന്നും തെളിവ് ശേഖരണവും നടത്തി. എന്നാൽ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയില്ല. ഇതിനൊപ്പം മലപ്പുറം കേന്ദ്രീകരിച്ച് പോലീസിനെതിരെ നടന്ന ഗൂഢാലോചനയുടെ തെളിവുകളും പുറത്തുവന്നു. ഈ സാഹചര്യത്തിലാണ് സുജിത് ദാസിനെ തിരിച്ചെടുത്തത്. സെപ്റ്റംബർ 5-നാണ് മുഖ്യമന്ത്രി സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. 6 മാസത്തിനപ്പുറത്തേക്ക് സസ്പെൻഷൻ നിർത്തേണ്ട സാഹചര്യമില്ലെന്ന് വിലയിരുത്തിയാണ് തിരിച്ചെടുക്കൽ. സസ്പെൻഷൻ നടപടി പിൻവലിച്ചെങ്കിലും നിലവിൽ അടുത്ത പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. M.R. അജിത് കുമാറിനൊപ്പം സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് P.V. അൻവർ ആരോപിച്ചിരുന്നു. മലപ്പുറം SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസ് വളപ്പിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് ആരോപണം വന്നു. ഇതിനൊപ്പം ബലാത്സംഗ പരാതി പോലും എത്തി. ഇതെല്ലാം കളവാണെന്ന് തെളിഞ്ഞു.